ബിജെപി ജയ് ജയ് ബിജെപി ഉപരോധം 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 സെക്ഷനിൽ സാറിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് പണിയെടുക്കുന്നില്ല എന്ന് പോലും സാർ അറിയുന്നില്ല. സാറ് തന്നെ ഇപ്പോഴാണ് അറിയുന്നത്. ഒരു പരാതി സാർ 8-ാം തീയതി ഫോർവേഡ് ചെയ്തത് 21-ാം തീയതി വരെ ഇവിടെ പൂഴ്ത്തി വെച്ചത് സാറ് പറയുന്നു. സാർ ഇപ്പോഴേ അറിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സാറ് ഈ കസേരയ്ക്ക് എന്താണ് യോഗ്യത കൽപ്പിച്ചിട്ടുള്ളത്? സാറിന്റെ ജോലിയിൽ എന്താണ് യോഗ്യത? സാറ് ചെയ്യുന്ന കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള മറുപടിയാണ് സാറിന്റെ മുകളിൽ ചുമതലയുള്ള ആരാണോ, ജോലിയായിട്ട് ബന്ധപ്പെട്ടുള്ള ആരാണോ, അവരിവിടെ വരുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടി ഈ സ്ഥലം വിട്ട് പോകില്ല. കൃത്യമായിട്ട് ഏത് സമയമായാലും അതുവരെ ഇവിടെ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകും. എങ്കിൽ വില്ലേജ് ഓഫീസറാണ് ഈ വസ്തുവിന്റെ ഡീറ്റെയിൽ പറയേണ്ടതെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. കഴിഞ്ഞ സെക്രട്ടറി ഇരുന്ന, കഴിഞ്ഞ ഭരണസമിതി ഇരുന്ന, കഴിഞ്ഞ കാലത്ത് സെക്രട്ടറി ഇരുന്ന സമയത്ത് ഇതേ പ്രദേശത്ത് നിന്ന് ഒരു റബ്ബർ കമ്പ് മുറിച്ചതിന്റെ പേരിൽ ഒരാളെ 15 ദിവസം റിമൈൻഡ് ചെയ്യാനുള്ള നടപടി എങ്ങനെ ഉണ്ടായി? പഞ്ചായത്ത് സെക്രട്ടറി പോലീസ് സ്റ്റേഷനിൽ കത്ത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടായത്. മാറനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ BJP ഭരണസമിതിക്ക് വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്ന് ആരോപിച്ച് പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷിനെ BJP പ്രവർത്തകർ ഓഫീസിൽ ഉപരോധിച്ചു. CPM അനുഭാവിയായ സെക്രട്ടറി BJP ഭരണസമിതിയുടെ തീരുമാനങ്ങൾ നടപ്പാക്കാതെ അനാസ്ഥ കാണിക്കുകയാണെന്നാണ് BJPയുടെ പ്രധാന ആരോപണം. കരം പിരിക്കൽ, പഞ്ചായത്ത് സ്വത്തുക്കൾ കണ്ടുകെട്ടൽ, പുറമ്പോക്ക് കൈയേറ്റം ഒഴിപ്പിക്കൽ തുടങ്ങിയ നിർണായക നടപടികൾ വൈകിപ്പിക്കുന്നതാണ് ഇതിന് കാരണം. ഇതുമൂലം തടികടത്തൽ കേസ്, KSEBിക്ക് സ്ഥലം നൽകൽ, കരം പിരിക്കൽ ഉൾപ്പെടെ 1500ഓളം ഫയലുകൾ പെൻഡിംഗ് കിടക്കുകയാണെന്ന് BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടി. CPM പറയുന്നത് പോലെ പ്രവർത്തിക്കുകയും CPM പ്രവർത്തകർക്ക് അനുകൂല നിലപാടെടുക്കുകയും ചെയ്യുന്നുവെന്നും അവർ ആരോപിച്ചു. CPM ഭരണം മാറിയിട്ടും മുൻ പ്രസിഡന്റ് അടക്കമുള്ളവരുടെ നിർദ്ദേശപ്രകാരമാണ് സെക്രട്ടറി പ്രവർത്തിക്കുന്നതെന്നും BJP കുറ്റപ്പെടുത്തി. ഇതിനെതിരെയാണ് BJP പ്രവർത്തകർ സെക്രട്ടറിയുടെ ക്യാബിനിൽ ഉപരോധം നടത്തിയത്. ഇവിടെ കുറച്ചു നാളുകൊണ്ട് സെക്രട്ടറി ഒരു 2 തട്ടിൽ നിന്നുകൊണ്ടുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അതായത് ഭരണത്തെ താറടിച്ച് കാണിക്കുന്നതിലേക്ക് വേണ്ടി പല വിഷയങ്ങളിലും കണ്ടില്ലെന്ന് നടിക്കുന്ന വലിയ വലിയ ആളുകളുടെ വിഷയങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയും എന്നാൽ പാവപ്പെട്ടവരുടെ വിഷയങ്ങളിൽ കട്ടൻട്രി ആയിട്ട് 1-2 ദിവസം നടപടിയെടുക്കുന്ന ഒരു രീതിയാണ് സെക്രട്ടറി. അതിനെ ഓരോന്നായിട്ട് പറയാം. ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിന് കുറച്ച് സ്ഥലം എടുത്തു കൊടുക്കണമെന്നും അവർക്ക് ഇലക്ട്രിസിറ്റി ബോർഡ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ആ ഫണ്ടിന് പ്രകാരം സ്ഥലം എടുത്തു കൊടുക്കണമെന്ന് കഴിഞ്ഞ ഭരണസമിതി കാലത്ത് ഇലക്ട്രിസിറ്റി ബോർഡ് ആവശ്യപ്പെടുകയാണ്. ഇപ്പൊ BJP അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് ഈ സ്ഥലം എടുത്തു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ സെക്രട്ടറി പറയുന്നത് ഞാൻ ഈ സീറ്റിൽ ഇരിക്കും കാലം ഞാൻ സ്ഥലം എടുത്തു കൊടുക്കുന്നതിന് അനുകൂലമായ നടപടി എടുക്കില്ല എന്ന് സെക്രട്ടറി. അതിന് കാരണം ഒരു ഓവർ ബില്ല് വന്നതും പ്രകാരം ഇലക്ട്രിസിറ്റി ബോർഡ് സെക്രട്ടറിയുമായി ഒരു വാക്ക് തർക്കം ഉണ്ടായി. അതിന്റെ ഒരു കാരണം ഈഗോ പ്രോബ്ലം കൊണ്ടാണ് സെക്രട്ടറി നിലപാടെടുക്കുന്നത്. രണ്ടാമത് ഞങ്ങൾ ഒരു മരം മുറിച്ച് കടത്തിക്കൊണ്ടുപോയി. അതിനെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് സെക്രട്ടറി ഈ നാഴിക വരെ നടപടി എടുത്തിട്ടില്ല. ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ് 4-4.5 ലക്ഷം രൂപ വില വരുന്ന തടി മുറിച്ചെടുത്തോണ്ട് പോയി. അതിനെതിരെ സെക്രട്ടറി നടപടി എടുത്തിട്ടില്ല. എന്നാൽ ചെറിയ ചെറിയ വിഷയങ്ങളിൽ സെക്രട്ടറി പെട്ടെന്ന് തന്നെ നടപടി എടുക്കുകയും ഇത്തരം കാര്യങ്ങളെല്ലാം സെക്രട്ടറി അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കും. മാറനല്ലൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിൽ നടക്കുകയാണ്. സെക്രട്ടറി ഞങ്ങൾ പല പ്രാവശ്യം വിളിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ടു. സെക്രട്ടറി തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇന്നാഴിക വരെ. അതുപോലെ തന്നെ ഒരു വൃത്തിഹീനമായ ഒരു പന്നി ഫാമിനെതിരെ അതിനെ നല്ല രീതിയിൽ നടത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സെക്രട്ടറിക്ക് ഒരു കത്ത് കൊടുത്തു. പക്ഷെ സെക്രട്ടറി തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങളുടെ ഭരണസമിതി പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടുന്ന ജനപ്രതിനിധികൾ അവിടെ പോയി പരിശോധിച്ചപ്പോൾ വൃത്തിഹീനമായ അവസ്ഥയാണെന്നും അതിനെ ഒരു മാറ്റം വരുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടറിക്ക് ഒരു കത്ത് കൊടുത്തു. സെക്രട്ടറി ഇന്നാഴിക വരെ അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല. അപ്പൊ സെക്രട്ടറി രാഷ്ട്രീയമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. BJPയുടെ ഭരണത്തിനെ മോശപ്പെടുത്തുന്ന രീതിയിലേക്കും മറ്റ് രാഷ്ട്രീയപരമായി സെക്രട്ടറിക്ക് വ്യക്തമായ രാഷ്ട്രീയമാണ്. സെക്രട്ടറി ആ രാഷ്ട്രീയ ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. അദ്ദേഹം ആ രാഷ്ട്രീയ നിലപാടിൽ തന്നെ നിൽക്കുന്നു. BJPയുടെ ഭരണം മോശമാക്കി ചിത്രീകരിക്കുന്നതിന്റെ എല്ലാ പ്രവൃത്തികളും ഇതിനകത്ത് നിന്നുകൊണ്ട് ചെയ്യുന്നു. ഉപരോധത്തിന് BJP കാട്ടാക്കട മണ്ഡലം ജനറൽ സെക്രട്ടറി രതീഷ് ചെങ്കല്ലൂർ, വൈസ് പ്രസിഡന്റുമാരായ ഇന്ദുകുമാർ, അമ്പലത്തിൻകാല ജയകുമാർ, മണ്ഡലം വൈസ് പ്രസിഡന്റും ബ്ലോക്ക് മെമ്പറുമായ GS രേഖ, ഏരിയ പ്രസിഡന്റ് ശരത് നീറമൻകുഴി, അജി അരുമാളൂർ, മാറനല്ലൂർ ഏരിയ ജനറൽ സെക്രട്ടറി വിനോദ്, SC മോർച്ച മണ്ഡലം പ്രസിഡന്റ് വിമോദ് എന്നിവർ നേതൃത്വം നൽകി. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. JTV ന്യൂസ്, കാട്ടാക്കട.